ഹായ്, ഞാനിന്നുള്ളത് അമ്മക്കോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ്. നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. അതിപുരാതനമായ ശ്രീ മഹാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്മക്കോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രം. ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നു മാത്രം. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം പഴയങ്ങാടിക്കടുത്താണ് ഈയൊരു ക്ഷേത്രം. തികച്ചും വളപട്ടണം പുഴയുടെ കരയിൽ മഹാദേവി ചൈതന്യം കുടികൊള്ളുന്ന പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാത്ത ഒരുപാട് ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് ചുരുക്കം. കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ദേവീക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഭഗവത് ചൈതന്യം കൊണ്ടും വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അമ്മക്കോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രം. ഇത് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. ഈ പുഴയിൽ കാല് കഴുകിയാണ് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്നത്. നൂറ്റാണ്ടുകളോളം പൂജാതി കർമ്മങ്ങൾ മുടങ്ങിക്കിടന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. കാട് മൂടിക്കിടന്ന പ്രദേശം. വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ നെഞ്ചോട് ചേർത്ത് പുനഃപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ക്ഷേത്ര മണിക്കിണർ വൃത്തിയാക്കുമ്പോഴാണ് ശ്രീ ഭദ്രകാളിയുടെ ചതുർബാഹുക്കളോടുകൂടിയ പൂർണ്ണകായ ശിലാവിഗ്രഹവും മറ്റു ഉപദേവന്മാരായ ഗണപതി, ശാസ്താവ്, ക്ഷേത്രപാലൻ തുടങ്ങിയ വിഗ്രഹങ്ങളും ലഭിച്ചത്. അങ്ങനെ 1984 ശുദ്ധികലശവും പൂജാതി കർമ്മങ്ങളും ആരംഭിച്ചുവെങ്കിലും 3 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തി ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ മാമാനിക്കുന്ന്, മാടായിക്കാവ്, കളരിവാതുക്കൽ എന്നീ ദുർഗാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് അമ്മക്കോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രവും. ഈ ക്ഷേത്രങ്ങളെല്ലാം പുഴയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആചാരങ്ങളും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ശ്രീ ഭദ്രകാളിയെ ആരാധിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ബലികർമ്മങ്ങളും നടത്തിവരുന്നു. ആയതിനാൽ ശുദ്ധ ബ്രാഹ്മണരല്ല ഇവിടെ പൂജ നടത്തുന്നത്, മൂസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ശക്തിപൂജയും ശത്രു സംഹാര ഹോമവുമാണ്. എല്ലാ ശത്രുക്കളെയും സംഹരിക്കപ്പെടുന്നു എന്ന വിശ്വാസത്തോടെയാണ് ഇത് നടത്തുന്നത്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് വൈകുന്നേരം ഈ പൂജ നടത്തുന്നത്. ചുറ്റുമതിലുകളോടുകൂടിയ ക്ഷേത്രം. അന്നപൂർണേശ്വരിയായ കാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവന്മാരായി ശിവനും ഗണപതിയും ശാസ്താവും, വെളിയിലായി ക്ഷേത്രപാലകൻ കുടികൊള്ളുന്നു. ഇപ്പോഴാണ് ക്ഷേത്ര നട തുറന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം. സർവ്വ ആഗ്രഹങ്ങളും സാധ്യമാകാൻ ദേവിക്ക് ഒരു നെയ്വിളക്ക്, അതിനുശേഷം പ്രദക്ഷിണം. അത് 1 3 ആവാം. ദേവീക്ഷേത്രങ്ങളിൽ 3 പ്രദക്ഷിണമാണ് സാധാരണ പറയാറുള്ളത്. ഇവിടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മറിസ്തംഭനം നീക്കൽ നടക്കുന്നത്. ജീവിതത്തിലെ ദുരിതങ്ങൾ, തടസ്സങ്ങൾ എല്ലാം മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. തേങ്ങയെ ശത്രുവായി സങ്കല്പിച്ചുകൊണ്ട് ദേവീ പ്രതീകമായ നെയ്ത്തിരി 3 തവണ തലക്കുഴിഞ്ഞ് തേങ്ങയ്ക്ക് മുകളിൽ വെച്ച് 3 തവണ തേങ്ങയെ മറികടന്ന് ശത്രുവിനെ സംഹരിക്കുന്നു എന്ന് സങ്കല്പത്തിൽ വെട്ടിമുറിക്കുന്നതാണ് ഈ ചടങ്ങ്. ഇങ്ങനെ ചെയ്താൽ ശത്രുദോഷം തീരുമെന്നും തടസ്സങ്ങൾ മാറുമെന്നും വിശ്വസിക്കുന്നു.
ചിലപ്പോൾ ഇതുപോലെ കൊത്തിയാൽ തേങ്ങയ്ക്ക് കൊള്ളാതെയും മുറിയാതെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് ശത്രുദോഷം മാറിയില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ട് അത് കൊത്തി നേരെയാക്കണം. ശത്രുദോഷം മാറിയെങ്കിൽ 2 പീസായിട്ട് തേങ്ങ വെളിയിലേക്ക് മാറും. കണ്ടില്ല, ഇതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മരിസ്തംഭനം നീക്കിയതിന് ശേഷം മാത്രമേ ശത്രുസംഹാര പൂജയുടെ പ്രസാദം നൽകുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുന്ന് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ പ്രസാദം വാങ്ങി വെളിയിൽ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ പ്രസാദം, അവിലും ഉണ്ണിയപ്പം. അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നതല്ലേ. അപ്പോൾ ഏതെങ്കിലും ഭക്തന് ഈ ഒരു ക്ഷേത്രത്തിന് അന്നദാനം നൽകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിക്കൻ കറി പ്രസാദമായി വിളമ്പുന്നൊരു ക്ഷേത്രമാണിത്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ ഒരു പ്രസാദം ലഭിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.